ഞാൻ ധനകാര്യ വകുപ്പ് ഏറ്റെടുത്തത് ധനകാര്യം ഭരിക്കാനുള്ള സന്തോഷം കൊണ്ടല്ല. അതൊരു ചാലഞ്ചാണ്, അതൊരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തണം. സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തിയാൽ പിന്നെ രണ്ടാമത് ചെയ്യേണ്ടത് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആണ്. സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം. ജനങ്ങളുടേതാണ് സമ്പത്ത്, ഖജനാവ് ജനങ്ങളുടേതാണ്. ആ പണം നീതിപൂർവമായ വിതരണത്തിലൂടെ രാജ്യത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നമ്മൾ വികസന പ്രവർത്തനം എന്ന ആളുകൾ പറയും. ഞാനും കരുതിയത് വികസന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശം മുഴുവൻ അക്വയർ ചെയ്ത് ബഹുനില മന്ദിരങ്ങൾ വരുന്നത്, കുറെ കെട്ടിടങ്ങൾ വരുന്നത്, അതാണ് വികസനം എന്നാണ് ഞാനും പണ്ട് കരുതിയത്. ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു, അതല്ല വികസനം. ഒരു പ്രദേശത്ത് വികസനം വന്നാൽ വികസനമുണ്ടായി എന്ന് നമ്മൾ കരുതണമെങ്കിൽ ആ പ്രദേശത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ സാരമായ മാറ്റം ഉണ്ടാകണം. അല്ലാത്തതൊന്നും വികസനമല്ല. നാടിന് മാറ്റമുണ്ടാകാൻ, ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ മാറ്റമുണ്ടാകാനുള്ള പദ്ധതികൾ നമുക്കുണ്ടാകണം. അതിന് നമുക്ക് സ്വപ്നതുല്യമായ പദ്ധതികളുമായിട്ടാണ് ഈ സർക്കാർ വരുന്നത്. ഞാൻ ബജറ്റ് 19-ാം തീയതി അവതരിപ്പിക്കുകയാണ്, ആദ്യത്തെ ബജറ്റ്. ആ ബജറ്റിലെ രഹസ്യങ്ങൾ മുൻകൂട്ടി നിങ്ങളോട് പറയാൻ പറ്റില്ല. പക്ഷേ കഴിഞ്ഞ 1-2 വർഷക്കാലമായി ഒരുപക്ഷെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിപക്ഷമാണ്. ഗവൺമെന്റിനെ വിമർശിച്ചതോടൊപ്പം ഗവൺമെന്റ് പരാജയപ്പെട്ട സ്ഥലത്ത് എന്തു ചെയ്യാൻ കഴിയുമെന്ന് ഗവേഷണം നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിപക്ഷമായിരുന്നു ഞങ്ങളുടേതെന്ന് ഞാൻ അഭിമാനത്തോടെ പറയുന്നു. ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, അടിസ്ഥാന വികസന രംഗത്ത് സ്വപ്ന പദ്ധതികൾ നടപ്പാക്കാൻ, കേരളത്തെ മുഴുവൻ ഒരു തുറമുഖ നഗരമാക്കി മാറ്റുന്ന ഏറ്റവും സ്വപ്നതുല്യമായ ഒരു പദ്ധതി, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ, ഒരുപക്ഷെ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ഏവിയേഷൻ പ്രോജക്റ്റുകളുള്ള സംസ്ഥാനമാക്കി നമ്മുടെ സംസ്ഥാനത്തെ മാറ്റാനുള്ള പദ്ധതികൾ ഉൾപ്പെടെയുള്ള നിരവധി പരിപാടികളുമായിട്ടാണ് നമ്മൾ വരുന്നത്. അതിനെല്ലാം നമ്മൾ ശക്തമായ ടീം ബിൽഡ് ചെയ്ത് ഏറ്റവും വിദഗ്ധരായ ആളുകളുടെ സഹായത്തോടു കൂടി കൊണ്ടുവരണം. നമ്മുടെ നാട്ടിൽ ബ്രെയിൻ ഡ്രെയിൻ സംഭവിക്കുകയാണ്. കുട്ടികൾ പുറത്തേക്ക് പോയാൽ അവരെ ഇവിടെ നമുക്ക് നിർത്തണം. നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, അവർക്ക് നല്ല ജോലി കൊടുക്കണം, അവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള സഹായങ്ങൾ ചെയ്യണം.